കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയൊരു കൃപയുടെ അഭിഷേകം കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം ശക്തമായി ഇടപെടൽ ഈ സമയം സംഭവിക്കാൻ വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവായ ഈശോയെ, ഈ ദിനത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും അടിക്കാൻ കൃപ തരണമേ. ഈ സമയത്ത് കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലും കർത്താവ് ഈ സമയത്ത് അനേക മക്കൾ അനുഭവിക്കുവാൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സഭ അനുഭവിക്കുവാൻ കർത്താവെ നീ ഇടവരുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനമാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോവുക. നല്ലൊരു വചനമാണ്, വളരെ ശക്തമായ തിരുവചനം. ഹബക്കൂക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം. കർത്താവേ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവർത്തികളെപ്പറ്റിയും ഞാൻ കേട്ടു ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തേമാനിൽ നിന്ന്, പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. പകർച്ചവ്യാധി അവിടുത്തെ മുമ്പേ നീങ്ങുന്നു. മഹാമാരി അവിടുത്തെ തൊട്ടുപിന്നിലുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി, ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ. ദൈവമക്കളെ, വളരെയധികം ശക്തമായ ഒരു തിരുവചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോവുക. ഹബക്കൂക്ക് പ്രവാചകൻ ഇസ്രായേലിലെ ഏറ്റവും അഭിഷേകമുള്ള പ്രവാചകന്മാരൊരുവനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. തൻ്റെ ജീവിതത്തെ തമ്പുരാന് വിട്ടുകൊടുത്ത പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരുപാട് കൃപകളുണ്ട്. ആ പ്രവാചകൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം കേട്ട ഈ തിരുവചനം. ഭയങ്കര പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ ഇത് എല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കേണ്ട ഒരു വലിയൊരു വചനഭാഗമാണിത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ തന്നെയും ഓരോ ദിനത്തിലും വായിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ പവറുണ്ട്, ഭയങ്കരമായ ശക്തിയുണ്ട്. നാം ധ്യാനിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്: ഹബക്കൂക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം. ഒരുപക്ഷെ തൻ്റെ വേദനയുടെ നാളുകളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചകളും ദുഃഖങ്ങളും കണ്ടപ്പോൾ, ദൈവജനത്തിൻ്റെ അധപ്പതനം ചില സമയത്ത് കണ്ടപ്പോൾ, വിശ്വാസരാഗത്തെയും കണ്ടപ്പോൾ, അതല്ലെങ്കിൽ ശത്രുക്കളിൽ ഒരുപാട് പീഡനങ്ങളേറ്റപ്പോൾ, വിജാതിരുന്ന ഒരുപാട് അവഹേളനങ്ങൾ, പീഡനങ്ങളുണ്ടായപ്പോൾ, രാജാക്കന്മാരെന്ന് പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ദൈവജനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ, ചിലപ്പോൾ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ, എല്ലായിടത്തു നിന്നും തിരസ്കരിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ ഹബക്കൂക്ക് പ്രവാചകൻ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പാടുന്ന ഒരു ഗാനമായിട്ടാണ് ഈ വചനങ്ങളെ ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ കണ്ണുനീരോടെ പറയുകയാണ്, ത്യാഗിച്ച് പ്രാർത്ഥിക്കും. പ്രവാചകൻ തൻ്റെ അഭിഷേകം മുഴുവനോടെ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തികളെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. കഴിഞ്ഞ നാളുകളിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് അങ്ങയുടെ ശക്തമായ പ്രവർത്തനം ഞാൻ കേട്ടിട്ടുണ്ട്. അനേകം പ്രവാചകന്മാരുടെ കാലങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. മോശയുടെ കാലഘട്ടത്ത് അങ്ങ് ചെയ്തിട്ടുള്ള, ഈജിപ്തിൽ ചെയ്ത വലിയ വലിയ സംഭവങ്ങൾ കേട്ട് ഞാൻ ഭയന്നിട്ടുണ്ട്. സിനായ് മലയുടെ മുകളിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങി വന്നത് കേട്ട് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ഓരോ നിമിഷവും ഇസ്രായേൽ ജനത്തെ കൈപിടിച്ച് നടത്തിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകൃതിയിൽ ചെയ്തിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, ചെങ്കടലിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ, യോർദാൻ നദിയിൽ ചെയ്ത സംഭവങ്ങൾ, ഇസ്രായേലിൽ അങ്ങ് ചെയ്ത സംഭവങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ, നിയമഗ്രന്ഥങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ശക്തമായ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ട മക്കൾ, ഈ വചനം
ധ്യാനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യം ധ്യാനിക്കേണ്ടത് കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവ് ചരിത്രത്തിൽ ഇടപെട്ട ഓരോ സംഭവങ്ങളും കേട്ട് ഭയക്കണം. ദൈവമക്കളെ തള്ളിക്കളയാതിരിക്കാൻ ദൈവം തൻ്റെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ മനുഷ്യരൂപത്തിൽ വിട്ട് മനുഷ്യാവതാരം ചെയ്ത് അവസാനം അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ രക്തം ചിന്തി മരിച്ചതും അടക്കപ്പെട്ടതും 3 നാളുകൾക്ക് ശേഷം ഉത്ഥാനം ചെയ്തതും പരിശുദ്ധാത്മാവിനെ വർഷിച്ചതുമായ കഴിഞ്ഞകാല സംഭവങ്ങൾ, വലിയ സംഭവങ്ങൾ, സഭയുടെ സംഭവങ്ങൾ ഓർത്ത് ദൈവജനം ഭയക്കണം. കാരണം ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ദൈവം ഒരിക്കലും ദൈവജനത്തെ വിട്ടുപോയിട്ടില്ല, ഒരിക്കലും വിട്ടുപോകത്തുമില്ല. അടുത്ത വചനം പറയുകയാണ്, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, യെരൂശലേമിൽ അങ്ങ് ചെയ്ത പോലത്തെ കർത്താവേ, അങ്ങ് നസ്രത്തിൽ കഫർനഹൂമിൽ ഒക്കെ ചെയ്ത വലിയ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വചനം വായിച്ചു വരുമ്പോൾ കാണാം, അങ്ങ് രോഗികളെ സുഖപ്പെടുത്തി, തളവാത രോഗിയെ സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, മരിച്ച ലാസറെ ഉയർപ്പിച്ചു, കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി, പാപിനിയെ മാനസാന്തത്തിലേക്ക് കൊണ്ടുവന്നു, സമരിയക്കാരെ രക്ഷയിലോട്ട് കൊണ്ടുവന്നു, സക്കവൂസിന്റെ കുടുംബത്തെ രക്ഷിച്ചു. അങ്ങനെ നിരവധിയായ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഈ കാലഘട്ടത്തിൽ അതേ പ്രവർത്തികൾ ആവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവജനം. കാരണം തലമുറകൾ നശിക്കുമ്പോൾ, മാതാപിതാക്കൾ വഴിവിട്ടു പോകുമ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിതം കൊടുത്തുകൊണ്ട് അനേകർ പോകുമ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചില മക്കളൊക്കെ നമുക്ക് ചുറ്റും കൂടുമ്പോൾ പ്രാർത്ഥിക്കണം. ദൈവജനം കണ്ണുനീരോടെ ഹബക്കൂക്ക് പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കണം. ദൈവമേ, ആ കഴിഞ്ഞ കാലം അങ്ങയുടെ വലിയ ശക്തമായ പ്രവർത്തികൾ വീണ്ടും ഈ തലമുറയിൽ ഞങ്ങളുടെ ഇടയിൽ അങ്ങ് ആവർത്തിക്കണം. കുടുംബങ്ങൾ ആവർത്തിക്കണം. സക്കവൂസിന്റെ കുടുംബത്തിൽ അങ്ങ് കയറി ചെന്ന പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം, രക്ഷിക്കണം. വേശ്യാവൃത്തിക്ക് അടിമപ്പെട്ട സമരിയക്കാരിയുടെ ജീവിതത്തെ അങ്ങ് രക്ഷിച്ചെടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ മ്ലേച്ഛതയ്ക്ക്, പാപത്തിന് അടിമവേലയായിട്ട് കൊടുത്തിരിക്കുന്ന, വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന അനേക യുവതി യുവാക്കളുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ആവർത്തിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രവിദ്യയും തെറ്റായ വിശ്വാസങ്ങളും ഹൃദയത്തിൽ പേറിക്കൊണ്ടുപോകുന്ന അനേക മക്കളുടെ മുമ്പിൽ കർത്താവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ മക്കളും കരഞ്ഞുകൊണ്ട് വിലാപത്തോടെ നിലവിളിയോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹബക്കൂക്ക് പ്രവാചകൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ജനത്തിൻ്റെ വിശ്വാസരാഹിത്യം കണ്ട് സംഭവിക്കട്ടെ, എന്ത് സംഭവിക്കട്ടെ, ആരണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ ആർക്കെന്നാ ഛേദം, ലോകം നശിക്കട്ടെ, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നടക്കുന്നവരാകരുത്. മുറിവേറ്റ് കടന്ന് അവൻ്റെ അടുത്ത് എന്ന് എണ്ണയും വീഞ്ഞും വെച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവനെ സ്വന്തം കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയ ആ സമരിയാക്കാരനെ പോലെ നീ ജീവിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ മാറി നടന്നു പോകരുത്. ആര് നശിച്ചാലും, ആര് മുറിവേറ്റ് വീണാലും, ആരെല്ലാം പാപത്തിൽ വെച്ചാലും എനിക്കിതൊന്നിന് എൻ്റെ കാര്യമല്ലത്, അതെൻ്റെ കാര്യമല്ല, എൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. ഈ സമയത്ത് ദൈവജനം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കണം, കരയണമെന്ന ഈ ഹബക്കൂക്ക് പ്രവാചകൻ എന്നെ നിങ്ങളോട് പറയുന്നത്, ഈ ദിവസം പറഞ്ഞു തരുന്നത്, ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമക്കളെ നമ്മൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. സ്വന്തം രക്ഷ മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ ചുറ്റുമുള്ള ദൈവമക്കള്, യുവാക്കള്, യുവതികള്, കുടുംബങ്ങള്, ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കളൊക്കെ തകരുമ്പോൾ, പാപത്തിലേക്ക് പോകുമ്പോൾ, നാശത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ കഴിഞ്ഞകാല അത്ഭുത പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കണമേ. പ്രവാചകൻ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. അതേ കർത്താവ്, വെളിപ്പെടുത്തണം കർത്താവേ, വെളിപ്പെടുത്തണം. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം, സഭയിലുള്ള സാന്നിധ്യം കർത്താവെ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ, വെളിപ്പെടുത്തിക്കൊണ്ട് ബന്ധനം അഴിക്കണമേ. സാത്താൻ്റെ അടിമവേല ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇന്നുണ്ട്. സ്നേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് വെറുപ്പിനും വിദ്വേഷത്തിനും പണത്തിനും സുഖത്തിനും വേണ്ടി ശരീരം ബലിയർപ്പിക്കുന്ന മക്കളുണ്ട്.
അവർക്ക് പേരാണ് വലുത്, പെരുമയാണ് വലുത്, ആത്മാവല്ല വലുത്. അങ്ങനെയുള്ള മക്കളൊക്കെയോട് അവരൊക്കെ മുമ്പിൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. രോഗികൾ ഒത്തിരിയേറെ കിടപ്പുണ്ട്. കർത്താവേ അങ്ങയുടെ മഹത്വം ഇറങ്ങി വരണമേ. സഹിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒത്തിരിയേറെ ജീവിതങ്ങൾക്ക് ഇനി സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിച്ചു മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകുന്ന ജീവിതങ്ങൾ ഒത്തിരിയുണ്ട്. അവർക്ക് ശക്തി കൊടുക്കണേ എന്ന് ദൈവജനം നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വീണ്ടും വചനം പറയുക, ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണേ. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, ഞങ്ങൾ അങ്ങയുടെ സ്വന്തം മക്കളാണ്. പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ യേശു മിശിഹായുടെ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് യാചിച്ച് പ്രാർത്ഥിക്കുക. കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുക. ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറയട്ടെ. പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഈ ആകാശം നിറയട്ടെ. നമ്മളായിരിക്കുന്ന ഭവനങ്ങൾ നിറയട്ടെ. ദൈവസ്തുതികൾ നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, ഭാര്യാഭർത്താക്കന്മാരുടെ, യുവാക്കളുടെ, യുവതികളുടെ അധരങ്ങളിൽ ദൈവസ്തുതിപ്പുകൾ ഉയരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കണം. ദേശം മുഴുവൻ സ്തുതിക്കട്ടെ. അവിടുത്തെ മഹത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവരും നിറയട്ടെ. നന്ദി പറയാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് നിൽക്കുന്ന കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതേ മക്കളെ, ഇന്ന് പല കുടുംബങ്ങളും പല ജീവിതങ്ങളും തകരുമ്പോൾ അതൊക്കെ നമ്മുടെ എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ കുറവാ. മുട്ടുമേ നിന്നുകൊണ്ട് കണ്ണുനീരൊടുക്കി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പാടിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അതിൽ നിന്ന് പിന്മാറാൻ ഒരുപാട് പ്രേരണ ഉണ്ടാകും, ശക്തമായ പ്രേരണ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വീണ്ടും വചനം പറയുക, അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അതെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശമുണ്ട് മക്കളെ. അന്ധകാരത്തെ ഇല്ലാതാക്കിക്കൊള്ളും, സാത്താന്റെ ശക്തികളെ ഇല്ലാതാക്കിക്കൊള്ളും. ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ തമ്പുരാന്റെ പ്രകാശം വന്നിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുമ്പോൾ അന്ധകാരം വിട്ടുമാറും. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പഠിപ്പിച്ചല്ലോ. വലിയൊരു വചനം ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവൻ്റെ മേൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന് വചനം പഠിപ്പിച്ചല്ലോ. യോഹന്നാൻ 8:12 വചനം പറയുന്നുണ്ട്. അവിടെ ക്രിസ്തുവിൻ്റെ പ്രകാശം വീശാൻ വേണ്ടി ദൈവജനം മനസ്സു തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരാൻ വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിച്ചുകൊണ്ട് സകലവിധ ബന്ധനങ്ങൾ, കെട്ടുകൾ, സാത്താൻ്റെ കെട്ടുകൾ നമ്മെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ രശ്മികൾ വീശുന്നു. അതെ, ആ കർത്താവിൻ്റെ കാര്യം ഓരോ പരിശുദ്ധ കുർബാന ആരാധന ഞാൻ കണ്ടിട്ടുണ്ട്. അനേക മക്കൾ പറയാറുണ്ട്, പരിശുദ്ധ കുർബാന ആരാധന നടക്കുമ്പോൾ തിരുവോസ്തിയിൽ നിന്ന് പ്രകാശരശ്മികൾ അവർ ദേഹത്തിലേക്ക് ആഞ്ഞടിക്കുന്നു. രോഗികൾ സുഖം പ്രാപിക്കുന്നു. അതെ, ഇതുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കണം. ആ കർത്താവിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യ ആരാധനയുടെ മണിക്കൂറിലൊക്കെ ആ തിരുവോസ്തിയിൽ നിന്ന് ഒഴുകി വരുന്ന ദിവ്യമായ രശ്മികൾ, സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ശക്തി ഒഴുകുന്നത് കാണാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസമുള്ള മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വെച്ചു. അതേ, കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തിയുണ്ട്, പവറുണ്ട്. ആ കരം, കർത്താവെ അങ്ങയുടെ കരം എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ അങ്ങയുടെ കരത്തിൻ്റെ തണൽ എന്നെ കൊണ്ടുപോകണമേ. കർത്താവെ അങ്ങയുടെ കരത്തിൽ എന്നെ നയിക്കണമേ, എന്നെ മുറുകെ പിടിക്കണമേ, എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവജനം പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ബന്ധനമൊക്കെ കഴിയും. കുടുംബങ്ങളെ അന്ധകാരം വിട്ടുമാറും. ഒരുപാട് കരയുന്ന മക്കളുണ്ട്, നിലവിളിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം ഇപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടുത്തെ ശക്തി, അവിടെ തൻ്റെ ശക്തി മറച്ചു വെച്ചിരിക്കും. അതെ, കർത്താവിൻ്റെ കൈകളിൽ ഒരു ഭയങ്കര പവറുണ്ട്. വിശ്വസിക്കുക. പകർച്ചവ്യാധി അവിടുത്തെ മുമ്പേ നീങ്ങുന്നു. മഹാമാരി അവിടെ തൊട്ടു പിന്നിലുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. ഹല്ലേലൂയ. അതേ മക്കളെ, എന്തൊരു വചന! എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ? ഭൂമിയെ അളന്നു എന്ന് പറയുന്നത്. അതായത് ദൈവം നോക്കും, ഓരോ ഹൃദയങ്ങളെ നോക്കും. കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ ദിനത്തിലും പരിശുദ്ധ കുർബാനയിലൂടെ ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം ഓരോ ഹൃദയങ്ങളെ അളക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. വിശുദ്ധിയുള്ള ഹൃദയങ്ങൾ അങ്ങ്
അവിടുന്ന് തൻ്റെ വാസസ്ഥലമാക്കും, തൻ്റെ വാസസ്ഥലമാക്കും, തൻ്റെ വാസസ്ഥലമാക്കും. വിശുദ്ധിയുള്ള ശരീരങ്ങളെ തൻ്റെ വാസസ്ഥലമാക്കും, എളിമയുള്ള ഹൃദയങ്ങളെ വാസസ്ഥലമാക്കും. അതല്ലേ പ്രഭാഷകന്റെ പുസ്തകം 3:18 പറയുന്നത്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമാകും. എളിമയുള്ള ഹൃദയങ്ങൾ, വിശുദ്ധിയുള്ള ഹൃദയങ്ങളിലേക്ക് ദൈവം വന്ന് വസിക്കുന്ന കാണാൻ പറ്റും. എളിമപ്പെട്ട കർത്താവിനെ ഏറ്റുപറയുന്ന, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന തമാശികയായി പോലെ ഏറ്റുപറയുന്ന ജീവിതങ്ങൾക്ക് ദൈവം തൻ്റെ ഹൃദയം തുറന്നു കൊടുക്കും. തൻ്റെ ഹൃദയം തുറന്നു കൊടുക്കും. അവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയും ചെയ്യും. അതായത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും അവനോട് കൂടെ ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ താമസിക്കും. വിശ്വസിച്ച് ജീവിതം കർത്താവിനെ തുറന്നു കൊടുക്കും. മക്കളെ, തുറന്നു കൊടുത്താൽ ഈ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവമായിട്ട് തരും. ഇഷ്ടംപോലെ കാണാറുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം അനുഭവങ്ങളുണ്ട്. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നതും വെളിപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ, ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. തമ്പുരാൻ ഇടപെടാൻ ആഗ്രഹിക്കട്ടെ, തമ്പുരാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തുറന്നു കൊടുക്കുക, ജീവിതം തുറന്നു കൊടുക്കുക. അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി, ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി. അതേ മക്കൾ, കർത്താവിനെ വിളിക്കുക. കർത്താവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പർവ്വതങ്ങൾ, ബന്ധനങ്ങൾ മാറിപ്പോക്കോളും. ഒന്നും പേടിക്കേണ്ട, തകർച്ചകൾ മാറിപ്പോക്കോളും. രോഗങ്ങൾ മാറിപ്പോകും, നിരാശ വിട്ടുപോകും, ഭയം വിട്ടുപോകും, അവിശ്വാസം വിട്ടുപോകും, അന്ധകാരം വിട്ടുപോകും, ആസക്തികൾ വിട്ടുപോകും. കർത്താവിൻ്റെ സാന്നിധ്യം വിശ്വസിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടും. നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ വഴികൾ തെളിഞ്ഞു കിട്ടും. അത് ഈ തലമുറയിൽ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ വിഷമിക്കുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. തകർന്നു പോകരുത്. സാത്താനിന്ന് ഒരുപാട് പേര് ആക്രമിക്കുന്നുണ്ട്. വഴിവിട്ട ചിന്താഗതികളും വഴിവിട്ട ബോധ്യങ്ങളും വഴിവിട്ട കാഴ്ചപ്പാടുകളും കൊടുത്തുകൊണ്ട് സാത്താൻ കൊണ്ടുപോകുക, വളച്ചു കെട്ടിക്കൊണ്ടു പോവുക, അവൻ്റെ വഴിയിലൂടെ കൊണ്ടുപോവുക. ഈ പോകുമ്പോൾ ആ മക്കള് തിന്മയുടെ ശക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക, മനസ്സുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന്, കർത്താവേ അങ്ങ് ഇടപെടണമേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ബന്ധന വഴിയും സാത്താൻ വിട്ടുപോകും, സാത്താൻ്റെ ശക്തി ഇല്ലാതായിത്തീരും. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെടും. അതെ, കർത്താവിൻ്റെ കരങ്ങൾക്ക് അത്ര ശക്തിയുണ്ട്. അതല്ലേ അന്ധൻ്റെ കണ്ണുകളെ തൊട്ടപ്പോൾ അത് സുഖപ്പെട്ടു. വിശ്വസിക്കണം. നമുക്കറിയാം വലിയ ശക്തിയുണ്ട്. കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവർ സുഖം പ്രാപിക്കുന്നു. ആ കരങ്ങളിൽ ശക്തി ഇരിപ്പുണ്ട്, അഭിഷേകം ഇരിപ്പുണ്ട്. അത് വിശ്വസിക്കണം. അത് വചനം, അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ അനുഗ്രഹിക്കാൻ പോവുക. അതാണ് ആ കരം ഉയർത്തിയപ്പോഴാ വലിയ കാറ്റും വലിയ കൊടുങ്കാറ്റും ഒക്കെ ശാന്തമായത്. കടൽ ഇളകി മറിഞ്ഞപ്പോൾ, കൊള്ളക്കൊണ്ടായപ്പോൾ കടൽ ശാന്തമാകുക എന്ന് അവൻ കൈ ഉയർത്തി പറഞ്ഞപ്പോൾ ശാന്തമായി. പൈശാചിക ശക്തികൾ ബാധിച്ചവൻ്റെ നേരെ കരമുയർത്തിയപ്പോൾ അവൻ്റെ മേൽ തൻ്റെ ശക്തി വിട്ടുപോയി. നീ വിശ്വസിക്കണം. ഓരോ പരിശുദ്ധ കുർബാനയിലും, ഓരോ പരിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്തും കർത്താവിന് ഇതേ കാര്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നുണ്ട്. ആ കരത്തിൽ നിന്നൊഴുകുന്ന ശക്തി നമ്മളെ സകല അന്ധകാരത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും, പൊട്ടിച്ചെറിയും. എത്ര കെട്ടുകളാണ് അഴിഞ്ഞു പോകും. വിശ്വാസം വേണ്ടത്. അത് വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ നമുക്ക് രക്തസ്രാവക്കാരിലേക്ക് കർത്താവിൽ നിന്ന് ശക്തി ഒഴുകപ്പെടി അവൾ സുഖം പ്രാപിക്കപ്പെട്ടല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ അഭിഷേകം സ്വന്തമാക്കാൻ പറ്റും. കർത്താവിൻ്റെ മഹത്വം അറിയാൻ പറ്റും. നമുക്ക് സ്തുതിക്കാൻ പറ്റും, ദൈവത്തെ വിളിക്കാൻ പറ്റും, ഹല്ലേലൂയ പാടാൻ പറ്റും. അഭിഷേകത്തിൻ്റെ സന്തതികളായിട്ട് മാറാൻ പറ്റും. കർത്താവ്, ഈ ദിവസം ഞങ്ങൾ അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, അങ്ങയുടെ പ്രകാശം ഞങ്ങൾക്ക് വീശണമേ. സാത്താൻ്റെ അടിമത്തം അവസാനിക്കട്ടെ. ഞങ്ങളെല്ലാം രക്ഷയും സമാധാനവും അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധന അഭിഷേകത്തിൻ്റെ ആരാധനയെ മാറാൻ പോവുക. നമ്മളെല്ലാം കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. കർത്താവെ നന്ദി. കർത്താവെ കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ വലിയ അഭിഷേകം വ്യാപിക്കട്ടെ. പർവ്വതം വിറകൊണ്ടീ
അഭിഷേകമേ, കൃപ കൃപ, നിന്റെ സാന്നിധ്യത്തിൽ വലിയ അഭിഷേകം, വലിയ അഭിഷേകം. പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈ സമയത്ത് മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവെ നിന്റെ മുമ്പിലേക്ക് ചേർത്ത് വെക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അനേകം പ്രതിസന്ധികളുടെ നടുവിലൂടെ പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ സമർപ്പിതരെയും കർത്താവെ സമർപ്പിക്കും. വൈദികരെ, സന്യസ്തരെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവെ ഏറ്റെടുക്കണമേ. ഈശോ, എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്ന കർത്താവെ ഏറ്റെടുക്കണമേ. എല്ലാ കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണം കർത്താവെ. ഈശോയെ, പഠിക്കുന്ന കുട്ടികളൊക്കെ സമർപ്പിക്കുന്നു. ബന്ധനത്തിൽ കഴിയുന്ന ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ കർത്താവെ അങ്ങയുടെ ഇടപെടനായിട്ട് കൊതിച്ചു പ്രാർത്ഥിക്കുന്ന മക്കൾ കർത്താവെ, അവരിലേക്കെല്ലാം അങ്ങ് വരണം കർത്താവെ. സക്കയൂസിൻ്റെ വീടിനെ സന്ദർശിച്ചതുപോലെ കർത്താവെ ഇന്ന് ഞങ്ങളെ അങ്ങ് സന്ദർശിക്കണം കർത്താവെ. ഇടപെടണം കർത്താവെ. സമരിയക്കാരിയുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ അനേകം പാപികളുടെ ജീവിതത്തിലെ കുടുംബത്തെ കർത്താവെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തളർവാദ രോഗിയുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, 38 വർഷം തളർന്നു കിടന്നവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഈശോയെ, രോഗം, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ തളർന്നു കിടക്കുന്നു അനേക ജീവിതങ്ങളെ അങ്ങ് ഇടപെടണം കർത്താവെ. കർത്താവെ, അങ്ങ് ചെന്ന് അവർ സുഖപ്പെടുത്തണം കർത്താവെ. അങ്ങയുടെ ശക്തമായ ഇടപെടലിലൂടെ അനേക ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ. പാപത്തിൽ തളർന്നു കിടക്കുന്ന മക്കൾ, രോഗത്തിൽ തളർന്നു കിടക്കുന്ന മക്കൾ, മാനസിക തകർച്ച അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ അടുക്കിലേക്ക് കർത്താവെ അങ്ങ് ഇറങ്ങിച്ചെന്നിട്ട് ആ ബന്ധനം അഴിച്ച് അവരെ സുഖപ്പെടുത്തി കർത്താവെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാനാവില്ല കർത്താവെ. അങ്ങേക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. അങ്ങയുടെ ആത്മാവിനെ അത്തരം ജീവിതങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, സമരിയക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഇടപെടണമേ. തകർന്നുപോയ ജീവിതങ്ങൾ ഇടപെടണം കർത്താവെ. പട്ടിണി പാവങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം കർത്താവെ. വേദനയ്ക്ക് മക്കൾ ഇടപെടണം കർത്താവെ. രോഗികൾ ഇടപെടണം കർത്താവെ. മാനസിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ ഇടപെടണമേ. പൈശാചിക ബാധ പിടിച്ച് ആ ബാലനെ സുഖപ്പെടുത്തിയ കർത്താവെ അങ്ങ് ഇടപെടണം കർത്താവെ. പൈശാചിക ബാധ നിറഞ്ഞ അനേകം യുവാക്കളിൽ യുവതികൾ ഇടപെടണം കർത്താവെ. പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കൾ, വെറുപ്പിലും വിദ്വേഷം കഴിയുന്ന മക്കൾ, അവിടെ എല്ലാം ഇടപെടണം കർത്താവെ. അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ, അവരിൽ ബന്ധനം അഴിയട്ടെ, അങ്ങയുടെ സ്നേഹം അറിയട്ടെ, അങ്ങയുടെ ശക്തി അറിയട്ടെ, അങ്ങയുടെ വലിയ അത്ഭുതകരമായ കാലം ഈ മക്കൾ കാണട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ആരാധന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു. കട്ടഴിക്കണം കർത്താവെ. സാത്താന്റെ പിടിയിൽ നിന്ന് എല്ലാ മക്കൾക്കും മോചനം കൊടുക്കണം കർത്താവെ. അന്ധകാരം വിട്ടുപോകട്ടെ, സാത്താന്റെ ശക്തികൾ വിട്ടുപോകട്ടെ, എല്ലാം കെട്ടുപഴിയട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ. കർത്താവിന്റെ കരം ഈ ദിവ്യകാരണത്തിൽ കാണാൻ കൃപ ലഭിക്കട്ടെ. വലിയ പ്രകാശരശ്മി, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഇപ്പോൾ ലോകം മുഴുവൻ്റെ മേലും വ്യാപിക്കട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, സാത്താന്റെ ശക്തികൾ കീഴടങ്ങട്ടെ, രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് സമാധാനം തരണമേ. ഞങ്ങളുടെ നിലവിളിക്കും കണ്ണുനീരണം ഉത്തരം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരും ആശീർവദിക്കുന്നു. കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ കരം ഇതാ നമ്മുടെ മേൽ ഉയർത്തപ്പെട്ടു നിൽക്കുന്നു. വിശ്വസിക്കട്ടെ, ഉദ്ധിതനായ കർത്താവാണ് നമ്മെ ആശീർവദിക്കുന്നത്. വിശ്വസിക്കട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരും ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, വിട്ടുതൽ നൽകുന്നു, നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നു. കർത്താവ് വരണമേ. കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരണം കർത്താവ്, വരണം കർത്താവ്, വരണം കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങണമേ, ഇറങ്ങണമേ, ഇറങ്ങണമേ. വെളിപ്പെടണമേ, 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 വെളിപ്പെടണമേ.